കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ, പുതിയ നിയമ സഭ ഉദ്ഭവിച്ചത് ആദിമ നൂറ്റാണ്ടിലാണ്, 1-ാം നൂറ്റാണ്ടിലാണ്. ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അനേക ദുരുപദേഷ്ടാക്കന്മാർ സുവിശേഷത്തിൻ്റെ ആ സന്ദേശത്തെ മാറ്റിമറിക്കുവാൻ, പാഴാക്കുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് സഭയുടെ ചരിത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ, പ്രാരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനെ എതിരായി, അതിനെ വിരോധിച്ചും കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അനേക സന്ദർഭങ്ങളിൽ തൻ്റെ ലേഖനങ്ങളിൽ എഴുതുന്നതായി നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. ഈ സന്ദർഭത്തിൽ ഈ സന്ദേശം മൂലം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഈ ദുരുപദേശങ്ങൾ എങ്ങനെയാണ് ഉദ്ഭവിക്കുന്നത്, അവയ്ക്ക് സന്ദർഭങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതല്ലാതെ ഈ ദുരുപദേശങ്ങളിൽ ചില ഉദാഹരണങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാം. അതല്ലാതെ ഈ ദുരുപദേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പരിണാമ ഫലങ്ങൾ എന്താണെന്ന്, അതല്ലാതെ ക്രൈസ്തവരായ നമ്മൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയായ ദൈവസഭയായ നമ്മൾ ഈ ദുരുപദേശങ്ങളെ എതിർക്കേണ്ടത് എങ്ങനെയാണ്, ദൈവവചനപ്രകാരം ആത്മീകമായ ഒരു രീതിയിൽ, ശാരീരികമായ ഒരു രീതിയിലല്ല, ആത്മീകമായ ഒരു രീതിയിൽ തന്നെ ഈ ദുരുപദേശങ്ങളെ എങ്ങനെയാണ് നമ്മൾ എതിർക്കേണ്ടത്, പോരാടേണ്ടതെന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഒന്ന് ശ്രദ്ധിക്കാം. മാനവ ചരിത്രത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ സാത്താൻ ദൈവവചനത്തിന് എതിരായി പോരാടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു, ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി അതിൻ്റെ 2-ാമത്തെ അധ്യായം, അതിൽ 16ഉം 17ഉം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ യഹോവയായ ദൈവം ആദ്യത്തെ മനുഷ്യനായ ആദാമിന് ഒരു കൽപ്പന നൽകുകയാണ്. ഈ കൽപ്പന വളരെ വ്യക്തമാണ്, ഇതിലെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. ഈ കൽപ്പന വളരെ വ്യക്തമാണ്. കർത്താവ് പറയുന്നത്, തോട്ടത്തിലെ ഉള്ള എല്ലാ വൃക്ഷങ്ങളിൽ നിന്ന് നിങ്ങൾ ഫലം തിന്നാം, എന്നാൽ ഒരു പ്രത്യേക വൃക്ഷത്തിൻ ഫലം നിങ്ങൾ തിന്നരുത്, നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തെ നിങ്ങൾ തിന്നരുത്. എന്നാൽ ഈ കൽപ്പനയുടെ പുറത്ത് സാത്താൻ ഒരു ചോദ്യം ഇടുന്നതായി നമുക്ക് 3-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കേണ്ടതിന് ഒരു ആവശ്യവുമില്ല. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടതുപോലെ, ശ്രദ്ധിച്ചതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന വളരെ വ്യക്തമായിരുന്നു. ഈ ഒരു വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം നിങ്ങൾ തിന്നരുത്, മറ്റ് എല്ലാ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾ സ്വതന്ത്രമായി തിന്നാമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചായിരുന്നു. എന്നാൽ സാത്താൻ ഈ കൽപ്പനയെ പുറത്ത് ഒരു ചോദ്യം ഇടുകയാണ്. ഈ ചോദ്യത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യൻ വീഴുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് മനുഷ്യൻ്റെ വീഴ്ച സംഭവിക്കുന്നത്. മനുഷ്യൻ പാപത്തിൽ വീണ് ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരെയാകുന്നത്, പാപത്തിനും മരണത്തിനും സാത്താനിനും അടിമയാകുന്നത്. അപ്പോൾ മാനവ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നത് സാത്താൻ ദൈവവചനത്തിന് എതിരായി പോരാടുകയാണ്, പ്രവർത്തിക്കുകയാണ്. ഇതിന് ശേഷവും സാത്താൻ പിന്നെ ശ്രമിക്കുന്നത് ദൈവജനത്തെ ദൈവമാർഗത്തിൽ നിന്ന്, ദൈവവചനം
കാട്ടുന്ന ആ നല്ല മാർഗത്തിൽ നിന്ന് അകറ്റാനാണ്. പുതിയ നിയമത്തെ ശ്രദ്ധിക്കുമ്പോഴും അവിടെയും സാത്താൻ ശ്രമിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ ആ സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ കെടുത്തുവാനാണ് അവൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി പല ദുരുപദേഷ്ടക്കന്മാരായ മനുഷ്യരെ അവൻ ഉപയോഗിച്ച് സുവിശേഷത്തെ മാലിന്യപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കുന്നു. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പല സന്ദർഭങ്ങളിലും തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നതായി നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. അതിനെക്കുറിച്ചൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിൽ 17-ാമത്തെ വാക്യം. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് അറിയിക്കുന്ന ഒരു കാര്യം, ആ സമയത്ത് അനേകർ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുമായിരുന്നു. എന്നാൽ പൗലോസ് പറയുന്നത് അദ്ദേഹം അങ്ങനെ അല്ല. പൗലോസ് പറയുന്നത് നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല. അതിൻ്റെ അർത്ഥം ആ കാലത്ത് ആദിമ നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കുന്ന ആ കാലത്ത് അനേക ദുരുപദേഷ്ടാക്കന്മാർ മുമ്പോട്ട് വന്ന് സുവിശേഷത്തിൻ്റെ ആ നിർമ്മല സന്ദേശത്തെ പാഴാക്കുവാൻ കൂട്ടിച്ചേർക്കുവാൻ ശ്രമിക്കുമായിരുന്നു. അതിന് എതിരായി അപ്പോസ്തലനായ പൗലോസ് പോരാടുന്നതായി, എഴുതുന്നതായി, പ്രവർത്തിക്കുന്നതായി, പ്രസംഗിക്കുന്നതായി നമുക്ക് ദൈവവചനത്തിൽ ശ്രദ്ധിച്ച് കാണുവാൻ കഴിയുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം ഇതിനെതിരായി പല സന്ദർഭങ്ങളിലും എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നിനെ നമ്മൾ ശ്രദ്ധിക്കാം. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൽ 6 മുതൽ 9 വരെ. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചുകൊള്ളുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി കഠിന ഭാഷയാണ് ഉപയോഗിക്കുന്നത്, കഠിന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ദുരുപദേഷ്ടാക്കന്മാർ യാരെല്ലാം ഈ സുവിശേഷത്തിൻ്റെ നിർമ്മല സന്ദേശത്തെ മറച്ചുകളവാൻ ഇച്ഛിക്കുന്നുവോ, പ്രയത്നിക്കുന്നുവോ, അവർ ശപിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഈ ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണ്. എന്തിനെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുൻപാകെ പാപികളാണ്. അവർക്ക് രക്ഷ അതുകൊണ്ട് ആവശ്യമാണ്. ആ രക്ഷ ലഭിക്കുന്നത് ഒരേ വഴി മൂലമാണ്, അത് സുവിശേഷം മൂലമാണ്, ക്രിസ്തുവിൻ മൂലമാണ്. എന്നാൽ ആ സുവിശേഷത്തെ തന്നെ കോട്ടി മറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷയല്ല ഉണ്ടാകുന്നത്, വഞ്ചനയാണ് ഉണ്ടാകുന്നത്. ആൾക്കാർ ചിന്തിക്കും, ആൾക്കാർ ഊഹിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെന്ന്. എന്നാൽ വാസ്തവത്തിൽ അവർ രക്ഷിക്കപ്പെട്ടതല്ല. മറിച്ച് അവർ വഞ്ചനയിൽ അകപ്പെട്ടതാണ്, അവർ വഞ്ചിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി ഇതിനെ എതിർക്കുന്നതായി നമുക്കിവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ ദുരുപദേശങ്ങൾ എങ്ങനെയാണ് ഉദ്ഭവിക്കുന്നതെന്ന് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി, നമുക്ക് യാതൊരു ശുശ്രൂഷകനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ആ ശുശ്രൂഷകൻ എത്ര നല്ലൊരു ദൈവദാസൻ ആണെങ്കിലും, എത്ര വിശുദ്ധനാണെങ്കിലും, ഏതൊരു മനുഷ്യനെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. യാതൊരു പ്രസംഗത്തെയും നമ്മൾ കേൾക്കുമ്പോൾ, ഉപദേശത്തെയും കേൾക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ അങ്ങനെ തന്നെ ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആവശ്യമാണ്. അതിനെക്കുറിച്ചൊരു വാക്യം
വളരെ സുപരിചിതമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന സന്ദർഭം, അപ്പോസ്തലനായ പൗലോസും സീലാസും പലയിടങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കുന്നു. അങ്ങനെ അവർ തെസ്സലോനിക്കയിൽ സുവിശേഷത്തെ പ്രസംഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവർ തെസ്സലോനിക്കയിലെ യഹൂദന്മാരോട് അവർ സുവിശേഷം അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഈ ഒരു സ്ഥലത്ത് വരികയാണ്, ബെരോവ എന്ന ഈ ഒരു സ്ഥലത്ത് വരികയാണ്. അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് അവിടെയുള്ള യഹൂദന്മാരോട് സുവിശേഷത്തെ അറിയിക്കുകയാണ്. അപ്പോൾ ദൈവവചനം, ദൈവാത്മാവ് ദൈവവചനം മൂലം നമ്മോട് അറിയിക്കുന്നത്, ഈ യഹൂദന്മാർ തെസ്സലോനിക്കയിലുള്ള യഹൂദന്മാരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അതിന് കാരണം അവർ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടത് മാത്രമല്ലാതെ അവർ പൗലോസ് പറയുന്ന ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആണോ, ദൈവവചന പ്രകാരമാണോ എന്ന് അവർ പരിശോധിക്കുമായിരുന്നു. ദിനം പ്രതി അവർ പരിശോധിക്കുമായിരുന്നു. ദൈവവചനം അവരുടെ വീടുകളിൽ ഇല്ലായിരുന്നു. അവർ പള്ളിയിൽ ചെന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ, പഴയ നിയമത്തിൻ്റെ തിരുവെഴുത്തുകളെ അവർ പരിശോധിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമായിരുന്നു. ആ ഒരു കാരണത്താൽ പരിശുദ്ധാത്മാവ് ദൈവവചനം മൂലം നമ്മോട് അറിയിക്കുന്നത്, അവർ തെസ്സലോനിക്കയിലുള്ള യഹൂദന്മാരെക്കാൾ അവർ ഉത്തമന്മാരായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മളും യാതൊരു ഉപദേശം കേട്ടാലും, യാതൊരു പ്രസംഗം കേട്ടാലും, എത്ര നല്ലൊരു പ്രാസംഗികനായിരുന്നാലും, എത്ര നല്ലൊരു ശുശ്രൂഷകനായിരുന്നാലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ ദൈവവചനത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധക്കുറവ്, മടി കാണിച്ചാൽ നമ്മൾ ദുരുപദേശങ്ങളുടെ കണിയിൽ, ആ കുഴിയിൽ നമ്മൾ വീഴുവാൻ ഇടയാകും. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഉപദേശങ്ങളെയും പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ദുരുപദേശങ്ങൾ വ്യാപിക്കുവാൻ ഇടയാകുന്നത്. അതല്ലാതെ ദൈവവചനത്തെ നമുക്ക് പഠിക്കേണ്ടതും വളരെ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ദൈവവചനത്തെ സമയമെടുത്ത് നമ്മൾ സ്വയമേ കുത്തിരുന്ന് വായിക്കുന്നത്, പഠിക്കുന്നത്, അങ്ങനെ ശ്രമിക്കുന്നത് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ദുരുപദേശങ്ങൾ വ്യാപിക്കുവാൻ ഇടയാകുന്നത്, പടരുവാൻ ഇടയാകുന്നത്. ഈ കാലത്ത് ദൈവവചനം നമുക്ക് ഇത്ര സമീപമായി കർത്താവ് നൽകിയിട്ടുണ്ട്. ഒരു കാലമുണ്ടായിരുന്നു, ആ കാലത്ത് ദൈവവചനം നമ്മുടെ ഭാഷയിൽ ഇല്ലായിരുന്നു. ദൈവവചനം വായിക്കുന്നത്, പഠിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഈ കാലത്ത് ദൈവകൃപയാൽ ദൈവം തൻ്റെ വചനത്തെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മടി കാണിക്കരുത്, ശ്രദ്ധക്കുറവ് കാണിക്കരുത്. ഇങ്ങനെ നമ്മൾ ദൈവവചനത്തെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ഇരിക്കുമ്പോഴാണ് ദുരുപദേഷ്ടാക്കന്മാർ ദുരുപദേശങ്ങളെ നമ്മുടെ മുന്നിൽ ഇടുമ്പോൾ നമ്മൾ വീഴുവാൻ ഇടയാകുന്നത്. അതല്ലാതെ നമ്മൾ ദൈവവചനത്തെ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അതല്ലാതെ മറ്റ് ശുശ്രൂഷകന്മാരിൽ നിന്നും നമ്മൾ വചനത്തെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അന്തരംഗത്തിൽ സ്വാർത്ഥത ഇരിക്കരുത്, സ്വാർത്ഥ താല്പര്യങ്ങൾ ഇരിക്കരുത്, നമ്മുടെ സ്വന്ത ആഗ്രഹങ്ങളും മോഹങ്ങളും ഇരിക്കരുത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടെങ്കിൽ ഈ ദുരുപദേഷ്ടാക്കന്മാർ നമ്മുടെ മുന്നിൽ വന്ന് ദുരുപദേശങ്ങൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അതിൽ വീഴുവാൻ ഇടയാകും. എന്തിനെന്ന് ചോദിച്ചാൽ, ദുരുപദേഷ്ടാക്കന്മാർ എല്ലായ്പ്പോഴും പ്രസംഗിക്കുന്നത് നമ്മുടെ ജഡത്തിന് സുഖം വരുത്തുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഇഷ്ടം വരുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവർ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്വാർത്ഥത ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഈ ഒരു ഉപദേശം, ഈ ഒരു പഠിപ്പിക്കൽ, ഇത് ദൈവവചനപ്രകാരമാണോ ഇത് ഉള്ളത് എന്ന് ഞാൻ പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല.
മറിച്ച് അങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ ഉടനെ സ്വീകരിക്കും. അങ്ങനെ നമ്മൾ ദുരുപദേശങ്ങളുടെ കുഴികളിൽ നമ്മൾ വീഴുവാൻ ഇടയാകും. അതുകൊണ്ട് അങ്ങനത്തെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ പാടില്ല. അതല്ലാതെ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് ഒരു നല്ലൊരു സമർപ്പണം ഉണ്ടായിരിക്കണം. നമ്മൾ പൂർണ്ണമായി കർത്താവിന് സമർപ്പിതരായിരിക്കണം. കർത്താവെ, അങ്ങയുടെ ഹിതം മാത്രം മതി, എൻ്റെ ഹിതമല്ല, എൻ്റെ സ്വന്തം താല്പര്യങ്ങളോ എൻ്റെ സ്വന്തം ആഗ്രഹങ്ങളോ അല്ല കർത്താവെ, അങ്ങയുടെ ഹിതം മാത്രം മതി. അങ്ങയുടെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി. അതുമാത്രമാണ് എനിക്ക് വേണ്ടിയത്, എൻ്റെ ആഗ്രഹങ്ങളല്ല. അങ്ങനത്തെ ഒരു മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്വന്തം താല്പര്യങ്ങളും നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവവചനത്തെ നാം ശരിയായിട്ട് മനസ്സിലാക്കേണ്ടതിന് തടസ്സമായിട്ട് നിൽക്കും. അതിനോടൊപ്പം ദൈവവചനത്തെ ശരിയായി മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ദൈവവചനത്തെ വായിക്കുന്നു, പഠിക്കുന്നു, എന്നാൽ വചനത്തെ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കിയാൽ ദുരുപദേശങ്ങൾ ഉത്ഭവമാകുവാനും വ്യാപിക്കുവാനും ഇടയാകും. അതുകൊണ്ട് ദൈവവചനത്തെ ശരിയായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതും വളരെ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ദൈവവചനത്തെ ശരിയായി വ്യാഖ്യാനിക്കേണ്ടതിന് ആദ്യമേ നമ്മൾ ദൈവം മനുഷ്യനോട് ഇടപെട്ടത് വേറെ വേറെ യുഗങ്ങളിൽ വേറെ വേറെ രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൻ്റെ കാലത്ത് ദൈവം ഇടപെട്ടതുപോലെ അല്ല ദൈവം മനുഷ്യനോട് പുതിയ നിയമത്തിൻ്റെ കാലത്ത് ഇടപെടുന്നത്. ദൈവം മനുഷ്യനോട് ഇടപെടുന്ന രീതിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ യുഗങ്ങളിലും ഒരുപോലെ ആയിരുന്നില്ല. വ്യത്യസ്ത രീതികളിലാണ് ദൈവം മനുഷ്യനോട് ഇടപെട്ടത്. ഈ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ കാലവും പുതിയ നിയമത്തിൻ്റെ കാലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നത്. ഈ രണ്ട് കാലങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നു. ഈ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഈ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ വചനത്തെ വായിക്കുമ്പോൾ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെയുള്ള വ്യത്യാസങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല പ്രാസംഗികർ പഴയ നിയമത്തിൻ്റെ വാക്യങ്ങൾ എടുത്ത് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിനെ മൂടുന്നത്. നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ. അങ്ങനെ ചെയ്യാതെ നമ്മൾ പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളെടുത്ത് പുതിയ നിയമത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ തെറ്റായൊരു വഴിയിലേക്ക് തിരികുകയാണ്. നമ്മൾ അങ്ങനെ ചെയ്യാതെ പുതിയ നിയമം മൂലമാണ് നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടത്. അതുമാത്രമല്ലാതെ ഏതൊരു വാക്യം എടുത്താലും ദൈവവചനത്തിൽ അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കി വേണം നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുവാൻ. ഏതൊരു വാക്യത്തെയും അതിൻ്റെ സന്ദർഭത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും മാറ്റി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റായ അർത്ഥങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വചനത്തെ നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു വാക്യവും അതിൻ്റെ സന്ദർഭം എന്താണ്, പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ആ വാക്യത്തെ വ്യാഖ്യാനിക്കുവാൻ. അതുമാത്രമല്ലാതെ ഇനിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊരു ഉപദേശത്തെയും നമുക്ക് 2-3 വാക്യങ്ങൾ എടുത്ത് സ്ഥാപിക്കുവാൻ കഴിയാവുന്നതല്ല. മറിച്ച് ഏതൊരു ഉപദേശത്തിൻ്റെ വിഷയത്തിലും സമ്പൂർണ്ണ ദൈവവചനം തിരുവെഴുത്തുകൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവവചനം മുഴുവനായി ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച ശേഷം മാത്രമേ നമുക്ക് ഏതൊരു ഉപദേശ വിഷയത്തിലും ഒരു നിഗവിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാൻ കഴിയുന്നത്. ഈ കാര്യം പറയുമ്പോൾ തന്നെ ഇനിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനത്തിൽ എല്ലാ ഭാഗങ്ങളും ഒരുപോലെയല്ല. ചില ഭാഗങ്ങളുണ്ട് വളരെ ലളിതമായിട്ട് എഴുതിയിരിക്കുന്നു, വളരെ എളുപ്പമായിട്ട് നമുക്ക് അതിനെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്.
എന്നാൽ വചനത്തിൽ ചില കട്ടിയായ ഭാഗങ്ങളുമുണ്ട്. അവയെ നമുക്ക് മനസ്സിലാക്കുവാൻ അത്ര എളുപ്പമല്ല. അവ അത്ര ലളിതമായിട്ട് എഴുതപ്പെട്ടവയല്ല. അതുകൊണ്ട് അവയെ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ വാക്യങ്ങളിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് മറ്റ് വാക്യഭാഗങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആ വെളിച്ചത്തിൽ വേണം ഈ കട്ടിയായ വാക്യഭാഗത്തെ വ്യാഖ്യാനിക്കുവാൻ. ലളിതമായി എഴുതപ്പെട്ടിരിക്കുന്ന വാക്യഭാഗങ്ങൾ, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന വാക്യഭാഗങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, ആ വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ കട്ടിയായ വാക്യഭാഗത്തെ വ്യാഖ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പല കൾട്ട്സും ഉത്ഭവമാകുന്നത്. നമുക്ക് അറിയുന്ന പല കൾട്ട്സ് ഉദ്ഭവമായിട്ടുള്ളത് ഇതുകൊണ്ടാണ്. അവർ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ലളിതമായിട്ട് എഴുതിയിരിക്കുന്ന വാക്യഭാഗങ്ങൾ അല്ല അവർ എടുക്കുന്നത്. ചില കട്ടിയായ വാക്യഭാഗങ്ങൾ എടുത്ത് അവയുടെ സന്ദർഭത്തിൽ നിന്ന് പറിച്ച് മാറ്റി അവയെ വ്യാഖ്യാനിച്ച് ഓരോരോ ഉപദേശങ്ങളെ സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണ് കൾട്ടുകൾ ഉത്ഭവമാകുന്നത്. അതല്ലാതെ ഈ ദുരുപദേശങ്ങളിൽ ചില ഉദാഹരണങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് അറിയപ്പെടുന്ന ഒരു ദുരുപദേശമാണ് സമൃദ്ധിയുടെ സുവിശേഷം. ഈ കൂട്ടർ അവകാശപ്പെടുന്നത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ നമ്മുടെ കഷ്ടങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. അതുകൊണ്ട് അവനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവനെ നമ്മൾ പിൻപറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏതൊരു കഷ്ടവും വരുത്തുകയില്ല, അനുവദിക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹീതമായ ഒരു വഴിയിൽ നടത്തി സുഖകരമായ ഒരു ജീവിതം ഈ ഭൂലോകത്തിൽ നമുക്ക് നൽകുമെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ക്രിസ്തീയ മാർഗത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. അത് ക്രൂശിൻ്റെ മാർഗമാണ്. ക്രൂശിനെ ചുമന്നുകൊണ്ട് ദിനം പ്രതി ദിനം നമ്മൾ നമ്മെ തന്നെ ഉപേക്ഷിച്ചും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു മാർഗമാണ് ക്രിസ്തീയ ജീവിതം. രണ്ടാമത്തേതായി യൂണിവേഴ്സലിസം എന്ന ഒരു ദുരുപദേശമുണ്ട്. അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സകല മാനവജാതിക്ക് വേണ്ടി വില കൊടുത്തു, സകല മാനവജാതിക്ക് വേണ്ടി അവൻ മരിച്ചു, അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും, യാരും നരകത്തിലേക്ക് പോകത്തില്ല. എന്തിനെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു സകല മാനവജാതിക്ക് വേണ്ടിയാണ് മരിച്ചത്. അതുകൊണ്ട് യാരും തന്നെ നശിക്കത്തില്ല, എല്ലാവരും തന്നെ നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവവചനം നമ്മോട് വ്യക്തമായി പറയുന്നു, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് വിശ്വാസം മൂലം മാത്രമാണ്. വിശ്വാസം കൂടാതെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നതല്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്ന് ദൈവവചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മൂന്നാമതായി ത്രിത്വത്തെ നിഷേധിക്കുന്ന പല കൂട്ടർ എഴുന്നേറ്റിട്ടുണ്ട്. അവയിൽ പ്രധാനമായി നമുക്ക് രണ്ട് കൂട്ടരെ കാണുവാൻ കഴിയുന്നു. ഒന്ന് യഹോവ സാക്ഷികൾ, രണ്ട് യേശുനാമക്കാർ. യഹോവ സാക്ഷികൾ പറയുന്നത് ദൈവത്തിൽ മൂന്ന് വ്യക്തികളല്ല, ദൈവം ഒരു വ്യക്തിയേ ഉള്ളൂ. പിതാവായ ദൈവമാണ്, പുത്രനായ യേശു ക്രിസ്തു ദൈവമല്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല, അത് മാത്രമല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുമല്ല, അത് ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമമായി മൂവരും ദൈവമാണ്, എന്നാൽ ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുമാത്രമല്ലാതെ യേശുനാമക്കാർ അവർ പറയുന്നത് നമുക്ക് സ്നാനപ്പെടുത്തേണ്ടത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിലാണ് നമുക്ക് സ്നാനപ്പെടുത്തേണ്ടത്. അതല്ലാതെ അവർ പറയുന്നത് യേശു തന്നെയാണ് പിതാവ്, യേശു തന്നെയാണ് പുത്രൻ, യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. ദൈവം ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയായ ദൈവം വേറെ വേറെ കാലങ്ങളിൽ വേറെ വേറെ യുഗങ്ങളിൽ മൂന്ന് വ്യത്യസ്തമായ രൂപങ്ങളിൽ വെളിപ്പെട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും, പിതാവായ ദൈവം പുത്രനെ അയച്ചു. അതല്ലാതെ പുത്രനായ യേശു ക്രിസ്തു
പിതാവോട് അപേക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതല്ലാതെ പിതാവും പുത്രനും ഇരുവരും ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവെ അയക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം തന്നെ ദുരുപദേശങ്ങളാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവവചനം നമുക്ക് വ്യക്തമായ വെളിപ്പാട് നൽകുന്നു. ദൈവം ഒരുവനേ ഉള്ളൂ. എന്നാൽ ആ ഒരു ദൈവത്തിൽ 3 വ്യത്യസ്ത വ്യക്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതല്ലാതെ ഈ ദുരുപദേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പരിണാമ ഫലങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി ഈ ദുരുപദേശങ്ങളിൽ നിന്ന് വഞ്ചനയാണ് ഉണ്ടാകുന്നത്. ആൾക്കാർ വഞ്ചിക്കപ്പെടുകയാണ്. അങ്ങനെ വഞ്ചിക്കപ്പെട്ട ആൾക്കാർ രണ്ടാമതായി അവർ നശിക്കുന്നു. അവരുടെ ആത്മാക്കൾ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ദുരുപദേശങ്ങളെ എതിർത്ത് നമുക്ക് പോരാടേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നത്. അതല്ലാതെ ഈ ദുരുപദേശങ്ങൾ ഇങ്ങനെ പടരുമ്പോൾ, വ്യാപിക്കുമ്പോൾ അതിൻ മൂലം ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൻ മൂലം ദൈവനാമം മഹത്വപ്പെടുന്നതാണ്. എന്നാൽ ഇങ്ങനത്തെ ദുരുപദേശങ്ങൾ പടരുമ്പോൾ, വചനത്തെ കൂട്ടിമറിച്ച് അതിനെ മാലിന്യമാക്കി ദുരുപദേഷ്ടാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എരിവുള്ള നമ്മൾ എല്ലാവരും ഈ ദുരുപദേശങ്ങളുടെ എതിരായി നമ്മൾ പോരാടേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ലാതെ കർത്താവിൻ്റെ സഭ ഈ ഭൂലോകത്തിൽ ഇരിക്കുമ്പോൾ അത് ഒന്നാണ്. നമ്മൾ പല വിഭാഗങ്ങളിൽ ഇരിക്കുന്നതായിരിക്കാം, പല സംഘടനകളിൽ ഇരിക്കുന്നതായിരിക്കാം, പല വ്യത്യസ്ത കൂട്ടായ്മകളിൽ ഇരിക്കുന്നതായിരിക്കാം. എന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭ അത് ഒന്നാണ്. അത് ഒരു ദേഹമാണ്. ക്രിസ്തുവിൻ്റെ ദേഹമാണ് കർത്താവിൻ്റെ സഭ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദുരുപദേശങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ദേഹമായ ഈ ഒരു സഭയെ ബാധിക്കുന്നതാണ് ഈ ദുരുപദേശങ്ങൾ. അതുകൊണ്ട് ഈ ദുരുപദേശങ്ങളെ എതിർക്കുന്നത്, ഇവയെ എതിർത്ത് നമ്മൾ പോരാടുന്നത് അത് ആവശ്യമാണ്. അത് ക്രൈസ്തവം കൂടിയാണ്. എന്നാൽ നമ്മൾ ഇങ്ങനെ ഈ ദുരുപദേശങ്ങളെ എതിർത്ത് പോരാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശാരീരികമായ അല്ല നമ്മൾ പോരാടേണ്ടത്. നമ്മൾ ആത്മീകമായി ക്രൈസ്തവമായ ഒരു രീതിയിലാണ് നമുക്ക് പോരാടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസും തൻ്റെ കാലത്തിൽ ഉണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാരെ എതിർത്ത് അവർക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു സന്ദർഭത്തിലും അവരുടെ വ്യക്തിഗത ജീവിതത്തിലുള്ള പാപങ്ങളെ വെളിപ്പെടുത്തിയില്ല. മറിച്ച് അവർ ഉപദേശിച്ച ദുരുപദേശങ്ങളെ എതിർത്താണ് അദ്ദേഹം പ്രവർത്തിച്ചതും പോരാടിയതും. അതല്ലാതെ കർത്താവ് യേശു ക്രിസ്തുവെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയിൽ പരീശന്മാരെയും സദൂക്യരെയും താൻ എതിർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ ഉണ്ടായിരുന്ന പാപങ്ങളെക്കുറിച്ച് കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. അതുകൂടാതെ കർത്താവ് സ്വയമേ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ ഒരുത്തൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുക്കൽ തനിയെ പോയി സംസാരിക്കുക. അതിനെ അവൻ ശ്രദ്ധിക്കത്തില്ലെങ്കിൽ 2 or 3 സാക്ഷികൾ കൂടി അവൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുക. എന്നിട്ടും അവൻ അതിനെ കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ വിഷയത്തെ സഭയുടെ മുൻപിൽ വെക്കുക. എന്നിട്ടും അവൻ സഭയെയും കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ സഭയിൽ നിന്ന് അവനെ പുറത്താക്കുക. സഭയിലുള്ള ചിട്ടത്തിൻ്റെ ക്രമത്തിൻ പ്രകാരം അവനെ സഭയിൽ നിന്ന് പുറത്താക്കുക. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും നമ്മൾ ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ വ്യക്തിഗത ജീവിതത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് പറയുന്നതായി കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള വ്യക്തിഗത പാപങ്ങളല്ല നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. മറിച്ച് അവർ പ്രചുരപ്പെടുത്തുന്ന, പരത്തുന്ന ദുരുപദേശങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ആ ദുരുപദേശങ്ങളെയാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആ ദുരുപദേശങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ചില പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങൾ നിലവിലുണ്ട്, പ്രസംഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഉപദേശങ്ങൾ ദുരുപദേശങ്ങളാണ്, ഈ ഉപദേശങ്ങൾ, ഈ പഠിപ്പിക്കലുകൾ ദൈവവചനത്തിൻ്റെ വിരുദ്ധമാണ് എന്ന് നമുക്ക് വ്യക്തമായി പ്രഖ്യാപിക്കണം. അതിനുശേഷം ദൈവവചനത്തിൽ നിന്ന് ഈ ഉപദേശങ്ങൾ, ഈ പഠിപ്പിക്കലുകൾ ദുരുപദേശങ്ങളാണെന്ന് നമ്മൾ വ്യക്തമായി തെളിയിക്കണം.
നമ്മൾ ഈ ഉപദേശങ്ങൾ പഠിപ്പിക്കലുകൾ ദുരുപദേശങ്ങളാണെന്ന് പറയുന്നത് കൊണ്ട് അവ ദുരുപദേശങ്ങളാകുന്നില്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഠിപ്പിക്കലുകൾ, ഈ ഉപദേശങ്ങൾ തെറ്റാണ്, ദുരുപദേശങ്ങളാണെന്ന് നമുക്ക് തെളിയിക്കണം. അതുമാത്രമല്ലാതെ ഏതൊരു ദുരുപദേശത്തെയും എതിർക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള പത്യുപദേശം എന്താണെന്നും നമുക്ക് പറയേണ്ടത് ആവശ്യമാണ്. എന്താണ് തെറ്റെന്ന് പറയുന്നത് മാത്രമല്ല, എന്താണ് ശരി എന്നും നമുക്ക് പറയേണ്ടത് ആവശ്യമാണ്. ശരിയായ ഉപദേശം എന്താണ്? ഓരോരോ വിഷയത്തിലും ത്രിത്വത്തിൻ്റെ കാര്യമായിരിക്കട്ടെ, നമ്മുടെ രക്ഷയെക്കുറിച്ചായിരിക്കട്ടെ, ക്രൈസ്തവ ജീവിതത്തിലുള്ള കഷ്ടങ്ങളെക്കുറിച്ചായിരിക്കട്ടെ, ദൈവവചനം ഈ വിഷയങ്ങളെക്കുറിച്ച് പത്യുപദേശം നമുക്ക് നൽകുന്നത് എന്താണെന്ന് നമുക്ക് അറിയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ സത്യത്തെ നമ്മൾ പ്രസംഗിക്കണം. എന്നാൽ നിങ്ങളൊരു പക്ഷേ ഒരു പ്രാസംഗികനോ ഒരു ശുശ്രൂഷകനോ അല്ല എന്നിരിക്കാം. എങ്കിലും നിങ്ങളും പ്രവർത്തിച്ച് സത്യത്തെ പരത്തുവാൻ കഴിയും. ഈ സന്ദേശം പോലത്തെ സന്ദേശങ്ങളെ മറ്റുള്ളവരോട് പങ്കിടുവാൻ കഴിയും. അങ്ങനെ സത്യത്തെ നമ്മൾ ഒരുമിച്ച് ഐക്യമായി നമ്മൾ കർത്താവിൻ്റെ ദേഹമായി, കർത്താവിൻ്റെ സഭയായി നിന്ന് സത്യത്തിന് വേണ്ടി പോരാടുവാൻ കഴിയും. ദുരുപദേശങ്ങളെ എതിർക്കുവാൻ കഴിയും. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി എരിവുള്ളവരായി സത്യത്തിനു വേണ്ടി പോരാടുവാനും ഈ ദുരുപദേശങ്ങളെ എതിർക്കുവാനും ഉത്തേജനവും ഉത്സാഹവും നൽകുന്ന ഒരു വാക്യഭാഗത്തെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യൂദാവ് എഴുതിയ ലേഖനം, അതിൽ 3-ാമത്തെ വാക്യം: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇവിടെ ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഈ പോരാട്ടത്തിൽ നമ്മൾ എരിവുള്ളവരായി കർത്താവിൻ്റെ മഹത്വത്തിനായി ഉത്സാഹത്തോടു കൂടി ഈ പോരാട്ടത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതിനുവേണ്ടി നമ്മളിൽ ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഈ സന്ദേശം മൂലവും അതിനുവേണ്ടി കർത്താവ് പ്രേരണ നൽകട്ടെ, ഉത്സാഹം നൽകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശത്തെ കേട്ട നിങ്ങളിൽ ഏവരെയും ദൈവമായ കർത്താവ് അത്യധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ.